എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് സൗണ്ടിന് പ്രോബ്ലം ഉണ്ട്, ക്ഷമിക്കാം. തമ്പനയിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോയാണ്. അപ്പോൾ അറിയാത്തവർ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നേരെ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. വൈറ്റ് സ്റ്റുഡിയോ എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഇല്ലാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെയാണ് വൈറ്റ് സ്റ്റുഡിയോ ഉള്ളതിൻ്റെത്. അതിനെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം താഴെ കുറേ ഓപ്ഷനുകൾ കാണാം. അതിൽ കണ്ടൻറ്റ് എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ഏതിനാണ് തമ്പന കൊടുക്കേണ്ടത്, വീഡിയോക്കാണോ ഷോർട്ടിനാണോ ലൈവിനാണോ? ഞാനിപ്പോൾ ലൈവിനൊരു കണ്ടൻറ്റ് ഇത് തമ്പന കൊടുക്കുകയാണ്. ഇപ്പോൾ ലൈവ് മേലെ കാണാം വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്. അപ്പോൾ മൂന്നാമത്തെ ലൈവാണ്. ലൈവിന് ഞാനൊരു ഏതെങ്കിലും ഒരു ലൈവിന് ഞാൻ തമ്പന കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ലൈവിൻ്റെ ഭാഗം ഞാൻ ഓപ്പൺ ചെയ്യും. ഇവിടെ കാണാം ഞാൻ നാലാമത്തെ ലൈവിന് ഞാൻ തമ്പന കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ നാലാമത്തെ അതിൽ നാലാമത്തേത് എനിക്ക് ഞാൻ തമ്പന കൊടുക്കുകയാണ്. ആദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തിൽ കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തേനില്ല, നാലാമത്തേൽ, അഞ്ചാമത്തേലില്ല. അപ്പം ഞാൻ നാലാമത്തേതിൽ 42 മിനിറ്റുള്ള അതിൽ ഞാൻ തമ്പന കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ മേലെ കാണാം ഒരു പെൻസിൽ മാർക്ക് കാണാം. കണ്ടല്ലോ, മേലെ കാണാം ഷെയറിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അതിൻ്റെ ഇപ്പുറം ആദ്യമായിട്ട് കാണാം ഒരു പെൻസിൽ മാർക്ക്. അങ്ങനെ 3 സെക്ഷൻ അവിടെ ഉണ്ട്, 3 കാര്യങ്ങൾ. അപ്പോൾ പെൻസിൽ മാർക്കിൽ ഒന്ന് തൊടുകയാണ്. അവിടെ തൊട്ടപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ആ പെൻസിൽ മാർക്കിൽ തൊടണം. വീണ്ടും പെൻസിൽ മാർക്ക് ഇവിടെ ഉണ്ട്, ആ സൈഡിൽ കാണാം, ഇടത് സൈഡിൽ. അതിലൊന്നും കൂടി തൊടാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. താഴെ കുറേ ചേഞ്ച് എന്നുള്ളൊരു സ്ഥലം വന്നിട്ടുണ്ട്. ചേഞ്ച്, ആ ഫോട്ടോസ് ചേഞ്ച് എന്നുള്ളതാണ്. ഗാലറിയിലേക്ക് നമുക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് തൊടുക. അപ്പോൾ നമ്മൾ എന്താണോ തമ്പന കൊടുക്കേണ്ടത് അത് നമുക്ക് ഗാലറിയിൽ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഈ ഒരു കാര്യം ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ സെൻറ്ററിലാക്കിയിട്ടുണ്ട്. ഇനി ഡൺ അടിക്കാം. മേലെ ഡൺ കാണാം. ഒന്ന് സെലക്ട് ചെയ്താൽ അത് അവിടെ സേവായിട്ടില്ല. ഒന്ന് മേലെ സേവിൻ്റെ ഇത് ചിഹ്നം കാണാം, സേവ് എന്നുള്ളത്. അതിലൊന്ന് സേവ് അടിച്ചാൽ മതി. അതിനുശേഷം ബാക്ക് അടിച്ച് നമുക്ക് നോക്കാം. ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും അവിടെ പോയി നോക്കാം അത് വന്നിട്ടുണ്ടോ. അതാ കണ്ടില്ലേ. ഇപ്പോൾ മൂന്നാമത്തതിൽ എന്തായിട്ടുണ്ട്, നാലാമത്തതിൽ തമ്പന വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ലൈവ് ചെയ്ത് നോക്കുന്നുള്ളത് ഇങ്ങനെയാണ് തമ്പന കൊടുക്കേണ്ടത്. ഓക്കെ.